വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റണ്ണിന് ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി. നാൾവഴി പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാതെ മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയുടെ ആത്മസമർപ്പണം ഓർക്കാതെ വിഴിഞ്ഞത്തെ ചരിത്ര നിമിഷം പൂർത്തിയാകില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. UDFന്റെ കുഞ്ഞെന്ന് VD സതീശൻ. PSC അംഗത്വം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ BJP നേതാവും പങ്കാളിയെന്ന് സൂചന. ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിക്കായി പണം കൈപ്പറ്റിയത് ഈ നേതാവെന്ന് വിവരം. പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മൊഴി രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അടുത്ത ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം. പത്തനംതിട്ടയിൽ CPIM-ലേക്ക് സ്വീകരിച്ചവരിൽ വധശ്രമ കേസിലെ പ്രതിയും. മാലയിട്ട് സ്വീകരിച്ചത് SFI പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി സുധീഷിനെ. പോലീസ് രേഖകൾ പ്രകാരം സുധീഷ് ഒളിവിൽ. വിശദീകരണവുമായി ജില്ലാ നേതൃത്വം. പാർട്ടിയിലേക്ക് എത്തിയവരുടെ പേരിലുള്ളത് രാഷ്ട്രീയമായ കേസുകളെന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പരിശീലകനെതിരായ പീഡന പരാതിയിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആവശ്യപ്രകാരമാണ് കോച്ച് മനുവിനെ തിരിച്ചെടുത്തത്. മനുവിന്റെ പരിശീലക സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയെന്നും KCA പ്രസിഡന്റ്. പന്തീരാങ്കാവ് സ്ത്രീധന പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ഒന്നാം പ്രതി രാഹുലടക്കം 5 പ്രതികൾ. വധശ്രമം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി. വമ്പൻ ജയത്തോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങി ജെയിംസ് ആൻഡേഴ്സൺ. ടെസ്റ്റിൽ 40,000 പന്തെറിയുന്ന ആദ്യ പേസ് ബൗളറായി മടക്കം. ലോർഡ്സ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇംഗ്ലണ്ടിന് ഇന്നിംഗ്സിനും 114 റൺസിനും ജയം.